ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ലേറ്റ് ആയെന്ന് അറിയാം. കാരണം GD കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി വിട്ടുപോയൊരു സംഭവമാണ്. ബിക്കോസ് ഐ തോട്ട് ലൈക്ക് ഞാൻ GD യെ കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ ടെക്സ്റ്റിംഗ് മീ റിഗാർഡിംഗ് GD. കുറെ ആൾക്കാരുടെ നിങ്ങളുടെ GD പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് വാച്ച് ത്രൂ ദി വീഡിയോ ബിക്കോസ് ഈവൻ ഇഫ് യു ഗെറ്റ് ഇൻ ടു ബി സ്കൂൾ, അത് GD കൊടുക്കാതെ കയറിയതാണെങ്കിലും കൊടുത്തിട്ട് കയറിയതാണെങ്കിലും യു കാൺ ഗെറ്റ് അവേ ഫ്രം GD വൺസ് യു ഗെറ്റ് ഇൻ. ബിക്കോസ് നിങ്ങളുടെ ക്ലബ് കമ്മിറ്റി സെലക്ഷന് GD ഉണ്ടാവാം, നിങ്ങളുടെ സമ്മർ ഇന്റേൺഷിപ്പിന് നിങ്ങളുടെ ഫൈനൽ പ്ലേസ്മെന്റ് ഒക്കെ ഫസ്റ്റ് റൗണ്ട് ആയിട്ട് GD ഉണ്ടാവാനുള്ള ചാൻസസ് ഇസ് വെരി ഹൈ. വൈ? ബിക്കോസ് ഐ മീൻ കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് ഓരോരുത്തരും ഇന്റർവ്യൂ ചെയ്ത് സമയം കളയുന്നതിനേക്കാളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു GD പ്രോസസ്സിലൂടെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് കപ്പിൾ ഓഫ് തിങ്സ് അബൌട്ട് ദി കാൻഡിഡേറ്റ്. ഒരു GDയിൽ ഏറ്റവും കൂടുതൽ ആളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എത്രത്തോളം ലിസൺ ചെയ്യുന്ന ആളാണ്, എത്രത്തോളം അക്കോമഡേറ്റീവ് ആണ്, എത്രത്തോളം ടീം പ്ലെയർ ആണ്, ലീഡർഷിപ്പ് സ്കിൽസ് എത്രത്തോളം ഉണ്ട്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ട്. സോ ഇത്തരം സാധനങ്ങൾ ശരിക്കും ഒരു GD എന്ന് ഒരാളെ കുറിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് 5 ആർ സം ഓഫ് ദി മോസ്റ്റ് ക്രിട്ടിക്കൽ തിങ്സ് വിച്ച് പീപ്പിൾ ലുക്ക് ഫോർ ഫ്രം എ കാൻഡിഡേറ്റ്. സോ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഈ GD എന്ന് പറയുന്ന ഒരു പ്രോസസ് വേസ്റ്റ് അല്ല, എന്തിനാണ് ചെയ്യുന്നത്. പക്ഷേ ഇതാണ് അവരുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. Now if you talk about GD, there are several kinds of GD. ഇപ്പൊ ഇർമയിലൊക്കെ ഇപ്പം എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പണ്ട് ഇർമയിൽ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു GD പ്രോസസ് ഉണ്ടായിരുന്നു. വേർ യുൽ ബി ഗിവൺ എ കേസ്. ആ കേസിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്തുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വില്ലേജിൽ ഒരു കിഡ്നി ഡയാലിസിസ് പോലത്തെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. ആൻഡ് ദർ ഇസ് ഓൺലി വൺ മെഷീൻ. ഒരാളെ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദേ ഗേവ് ദി പേഴ്സൺ ഓഫ് 5 people. സോ വൺ ഈസ് എ വെരി യങ് ടെന്നീസ് പ്ലെയർ, എമർജിംഗ് ടെന്നീസ് പ്ലെയർ ഹു മൈറ്റ് പ്ലേ ഫോർ ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചർ. സെക്കൻഡ് വൺ ഈസ് എ മ്യൂസിഷ്യൻ ഹു ഇസ് അറ്റ് ദി ഏജ് ഓഫ് 70 ഹു ഇസ് ഹാവിംഗ് എ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് ഹാബിറ്റ്. തേർഡ് വൺ അങ്ങനത്തെ ഒരു 5 ഇത് തന്നു. ആൻഡ് ഈച്ച് ഓഫ് ദി പീപ്പിൾ ആർ ഗിവൺ ഒരാള്, അല്ല ആരെ സേവ് ചെയ്യണമെന്നുള്ളത്. ആൻഡ് ദെൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് വൈ ഞാൻ ചൂസ് ചെയ്ത ആൾക്ക് കൊടുക്കുന്നതായിരിക്കും ദി ബെറ്റർ ഇതെന്നുള്ളത്. ഒരു എത്തിക്കൽ സോർട്ട് ഓഫ് സാധനം. ഇതൊക്കെ വളരെ മോഡറേറ്റഡ് GDs ആണ്. സോ എനിവേ യു ക്യാൻ ഡ്രോപ്പ് ഇൻ സം പോയിന്റ്സ്. സോ അതിൽ വലിയൊരു നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ ഓൾസോ നോർമൽ GDയിലാണെങ്കിലും ഇൻ എ ലോട്ട് ഓഫ് കേസസ് ദേ വിൽ ബി ഗിവിംഗ് എ ടോപ്പിക്, ദേ വിൽ ബി ഗിവിംഗ് യു ലൈക്ക് 1 minute to think, and then each person will be given like around 30 seconds to open their points, and then ഒരു ഓപ്പൺ ഡിസ്കഷന് ശേഷം you will also be given 30 seconds to conclude. No, ഈ കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ my only suggestion is ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കൺക്ലൂഡ് ചെയ്യുമ്പോഴും ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ട്രൈ ടു ബ്രിങ് ഇൻ യുവർ ബെസ്റ്റ് പോയിന്റ്സ് ഔട്ട് ദെയർ. ബെസ്റ്റ് പോയിന്റ്സ് ഇൻ ദ സെൻസ് നിങ്ങൾ എന്താ പറയാ, ഇപ്പം എൻ്റെ അടുത്ത് പണ്ടൊരു GDയിൽ ചോദിച്ചത് ഡാറ്റ പ്രൈവസി എന്നായിരുന്നു. അപ്പൊ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്ന ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാദോരാതെ മണിക്കൂറുകളോളം എന്തും കുറെ കിടന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എന്റെ ഫോണിൽ നിന്ന് അത് പോയി, എനിക്ക് മറ്റൊരു മെസ്സേജ് വന്നു, എനിക്ക് കുറെ സ്പാം കോൾ വരുന്നുണ്ട്, ഇതെന്ത് ഡാറ്റ പ്രൈവസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് സിൻസ് ഐ വർക്ക് വിത്ത് ആൻ ഓർഗനൈസേഷൻ കോൾഡ് IEEE വിച്ച് ഈസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ ന്യൂയോർക്ക്, ഐ ന്യൂ അബൌട്ട് കുറച്ച് GDPR ലോസിനെ കുറിച്ച് എനിക്ക് അറിയായിരുന്നു. GDPR യൂറോപ്യൻ യൂണിയന്റെ ഡാറ്റ പ്രൈവസി ലോസ് ആയിരുന്നു. സോ GDPR വയലേഷനും അത് എത്രത്തോളം സ്ട്രിക്റ്റ് ആണ്, ഇന്ത്യയിൽ അത് എത്രത്തോളം സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പോയിന്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, വിച്ച് ഡിഡ് സ്റ്റാൻഡ് ഔട്ട്. ബിക്കോസ് ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനത്തെ ഡാറ്റ സെറ്റ് വെച്ച് പറയാൻ പറ്റിയിട്ടില്ല. സോ ഇഫ് യു ഹാവ് ദാറ്റ് വെൽ ആൻഡ് ഗുഡ് ഓപ്പൺ വിത്ത് യുവർ ബെസ്റ്റ് പോയിന്റ് ബിഫോർ സമ്മൺ എൽസ് സ്റ്റേറ്റ് ദാറ്റ്. അതായത് നിങ്ങൾക്ക് മാത്രമല്ല ഇതേ കാര്യം അറിയാവുന്ന വേറെയും ആൾക്കാരുണ്ടാവും. സോ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് പോയിന്റ്, ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ബി ആൻ അഡ്വാൻറ്റേജ് വൺ. പിന്നെ ഉള്ളത് ഈ ഒരു ഓപ്പൺ റൗണ്ടിലാണ്. സോ ഓപ്പൺ റൗണ്ടിൽ മോസ്റ്റ്ലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് 1-2 തവണ സംസാരിക്കാനുള്ള അവസരം കിട്ടിയാൽ 3-ാമത്തെ തവണ അവസരം നോക്കുന്നതിനേക്കാളും യു ക്യാൻ ഓൾസോ go ahead and say that, so my friend sitting out here has not made a point, so we can just see if they have any point. So that's like showcasing that you are kind of accommodative. Now when you are concluding the GD, instead of telling that okay ഞാൻ പറഞ്ഞ സംഭവമാണ് ശരി, the ultimate of the interview, ultimate end of discussion, try to say that okay, so there were quite a few interesting points which was made during this one, എന്നിട്ട് ഈ ഒരാള് ഇങ്ങനത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ആൻഡ് ദിസ് വാസ് എ ഡിഫറെന്റ് പെർസ്പെക്ടീവ് ബട്ട് അൾട്ടിമേറ്റ്ലി ആൻഡ് കൺക്ലൂഡഡ്. സോ ദാറ്റ് ഇറ്റ് ഓൾസോ ഗിവ്സ് ഔട്ട് ആൻ ഇംപ്രഷൻ ദാറ്റ് യു ആർ നോട്ട് ജസ്റ്റ് അക്കോമഡേറ്റീവ്. സോ വേറെ ആൾക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഈസ് അക്കോമഡേറ്റീവ്.
ഇത് ഈസ് യു ആർ എ ഗുഡ് ലീഡർ ആൻഡ് യു ആർ എ ടീം പ്ലെയർ, യു ആർ എ ലിസണർ. മോസ്റ്റ് ഓഫ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDയുടെ തുടക്കത്തിൽ നമ്മുടെ ഒരു 3 പോയിന്റ് ഉണ്ടാവും. എന്നിട്ട് GD കഴിയുന്നവരെ നമ്മൾ ഇത് എപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ളവരൊന്നും പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല. ആൻഡ് ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു ഇതില് നിങ്ങൾ GDയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദർ ആർ ഈവൻ കേസസ് വേർ ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ ഒരു കാൻഡിഡേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ആൾ പറഞ്ഞതിനെ കുറിച്ച് എന്താ അഭിപ്രായം. ആൻഡ് മോസ്റ്റ് കേസസിൽ അതവർ കേട്ടിട്ടേ ഉണ്ടാവില്ല. ഇനി പറയാനുള്ളത് തേർഡ് കൈൻഡ് ഓഫ് GD ആണ്, വിച്ച് ഇസ് ദി മോസ്റ്റ് പോപ്പുലർ വൺ, ദി മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ വൺ, വിച്ച് ഇസ് ദി ഫിഷ് മാർക്കറ്റ് GD, where they give a topic, give you 10 seconds or 20 seconds and like start. And അവസാനം വരെ എന്ത് പറയുന്ന വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സോ അഗെയിൻ try to open the GD the moment they say start, so quickly അങ്ങ് തുടങ്ങുക. കാരണം തുടക്കത്തിൽ കിട്ടുന്ന ആ ഒരു ഇടിച്ചു കയറ്റം പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഫുൾ റെഡി ആയിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങുക. സോ ഇൻ മോസ്റ്റ് കേസസ് there will be people fighting to open because especially when it's a North Indian crowd, it's like very competitive. പക്ഷെ കൂടുതലും കുറെ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ആണ് കൂടുതലും പാനലിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് നീ തുടങ്ങിക്കോ അല്ലെങ്കിൽ നീ തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്, ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി യുവർ കോൾ. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് കൗണ്ട്. ബെസ്റ്റ് ഫുട്ട് ഫോർവേഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നോക്കുക. എനിക്ക് പല കേസിലും ഞാൻ മോസ്റ്റ് GDയിൽ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷെ പിന്നെ ഒരു അക്ഷരം എനിക്ക് പറയാൻ പറ്റാറില്ല. കാരണം ഇറ്റ് ബി ലൈക്ക് വെരി കോമ്പറ്റേറ്റീവ്. ആൻഡ് കൂടിപ്പോയ ഞാൻ ഓപ്പണിങ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഒക്കെ എനിക്ക് യൂഷ്വലി പറയാൻ പറ്റാറുള്ളൂ. കാരണം അത്രയും ആ ഒരു ഇടിച്ചു കയറി ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെ കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട്. സോ ഓപ്പണിങ്ങും കൺക്ലൂഡിങ്ങും ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന 2 ഏരിയാസ് ആണ്. പിന്നെ GDയിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഒരു 3-4 വശം ഒന്ന് ചിന്തിച്ചു വെക്കുക. ഇപ്പൊ പെസ്റ്റൽ നിങ്ങൾക്ക് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ, ആ പറയുന്ന സോഷ്യൽ, ആ ഒരു ഫ്രെയിം വർക്ക്, ലീഗൽ ആൻഡ് ഈ പറയുന്ന ആ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു പെസ്റ്റലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിറ്റിക്കൽ സാധനം ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ യു ക്യാൻ സേ ദാറ്റ്. സോ ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് സംതിങ് വിച്ച് ഹാവ് നോട്ട് ബീൻ ടോക്ഡ് അബൌട്ട് ആൻഡ് സംതിങ് വിച്ച് ഹാസ് ടു ബി കൺസിഡർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് മേ ബി യു ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. ദാറ്റ്സ് ഓൾസോ വൺ അതർ വേ ഓഫ് ക്യാച്ചിങ് ദി അറ്റൻഷൻ ഓഫ് ദി പാനൽ. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ഒരു ഇന്റർവ്യൂവിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇഫ് ഇറ്റ്സ് ലൈക്ക് വെരി അൺറെഗുലേറ്റഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഒരു ഫിഷ് മാർക്കറ്റിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാലും you can't say that you have not made it through. Maybe there are cases when വളരെ ഫിഷ് മാർക്കറ്റ് രീതിയിൽ ഇന്റർവ്യൂ പോയിട്ടുണ്ട്. ഐ എം നോട്ട് ഈവൻ ലൈങ്. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. സോ അവന് ഒരു GD ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GD വളരെ മോശമായിട്ട് ഫിഷ് മാർക്കറ്റ് ആയിട്ട് വെക്കേണ്ടിരുന്നു. ആൻഡ് അവൻ തുറന്നില്ല. ബിക്കോസ് അങ്ങനെ ഫിഷ് മാർക്കറ്റ് ആയിട്ട് വെക്കേണ്ടിരിക്കുക he didn't want to make a statement in that ഈ പറയുന്ന ഒരു GD. പിന്നെ GD ഡിബേറ്റ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. GD എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി പറയാം. ലിസണിങ് ടു ദിസ് പേഴ്സൺ ഐ ഫീൽ ലൈക്ക് ഓക്കെ ദിസ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റാം. നേരത്തെ പറഞ്ഞ കാര്യം, ഒരു വാക്കുപോലും മിണ്ടാതെ ഒരു ഫിഷ് മാർക്കറ്റ് GDയിൽ അവർ ബാക്കി ആരെയും സെലക്ട് ചെയ്തില്ല. ഈ അടിയുണ്ടാക്കി വലിയ വലിയ പ്രസംഗം നടത്തിയവർ ആരെയും സെലക്ട് ചെയ്തില്ല. ആൻഡ് ദെൻ ഓൺലി ദിസ് കാൻഡിഡേറ്റ് ഗോട്ട് സെലക്ടഡ്. സോ ഓൾ ദീസ് തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോ അതുകൊണ്ട് തന്നെ GDയിൽ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബി അവെയർ. ആ ഒരു 6th സെൻസ് ഓൺ ആക്കി ഇട്ടിട്ടിരിക്കുക. എല്ലാരും പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുക. നിങ്ങൾ എന്തൊക്കെ പറയണമെന്നുള്ളതും തലയിൽ ഒരേ സമയത്ത് ഇത് ചെയ്യുക. അപ്പം മൈൻഡും ഈ പറയുന്ന ഒരു വായും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഷാർപ്പായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് ഈ GD എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് സംതിങ് യു ക്യാൻ ഈസിലി ഗെറ്റ് ത്രൂ. സോ all the best for the upcoming processes. Hope you are doing good. Hope you are doing great. A lot of people have been calling me and they have told me that interviews have been terrible. So watch my video on post interview anxiety. It's a very common thing. നിങ്ങൾക്ക് ഇപ്പം ഒന്നും പറയാനായിട്ടില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ബിക്കോസ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ ഒരു പെർഫെക്റ്റ് ഇന്റർവ്യൂ എന്ന് വിചാരിക്കുന്നതായിരിക്കില്ല ഒരു ഇന്റർവ്യൂവറിന് ഒരു പെർഫെക്റ്റ് ഇന്റർവ്യൂ, ആൻഡ് വൈസ് വേഴ്സ. താങ്ക്സ് a lot for watching my video. Bye bye.